കണ്ടല്ലോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെമ്പടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് സാമ്പാർ ആദ്യം വേവിക്കേണ്ടിയുള്ള തോരൻ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വാ അത് നോക്കാം. ഇതുപോലെ ഞാൻ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. ആ ചെമ്പിനകത്തോട്ട് കുറച്ച് തോരൻ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പരിപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി അതിലോട്ട് ഇടുകയാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ വരുന്ന വേസ്റ്റ് അങ്ങ് കോരി കളഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് ഈ ഇതിൻ്റെ ഡാലിൻ്റെ ഒരു പത കണക്കുണ്ട്, അതെടുത്ത് കളഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കിത് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ട നമ്മളെ സാമ്പാറിൻ്റെ പരിപ്പ് ഇവിടെ തിളച്ച് കണ്ടല്ലോ. ഈ തിളച്ചത് ഈ പതയുണ്ടല്ലോ, ഈ പത കോരി അങ്ങ് കളയണം കേട്ടോ. ഈ പത എനിക്കിഷ്ടമല്ല കണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ തിളച്ച് മസാലയൊക്കെ ഇട്ട് വരുമ്പോഴും ആ പത മസാലയൊക്കെ നമ്മൾ കോരി കളയേണ്ടി വരും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഇത് ചെയ്താൽ പിന്നെ നമുക്ക് സാമ്പാറിൽ വരണം ആ പതയൊന്നും കോരേണ്ട കാര്യം വരില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം കോരി കളയേണ്ടി വരും. അപ്പോൾ ഞാൻ അതിവിടെ ഒഴിവാക്കി കണ്ടോ, അത് ഞാനിവിടെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം വരില്ല. ഇത് തിളച്ച് വന്നിട്ടുണ്ട്, നമ്മളെ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയില്ലേ നമ്മൾ പരിപ്പിലിടത്തക്ക സാധനങ്ങളെല്ലാം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പരിപ്പിൽ വന്ന ഇതെല്ലാം ഞാൻ പതയെല്ലാം അങ്ങ് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ തിളച്ച് വരുമ്പോൾ അത് മാറി. അപ്പോൾ ഇനി അത് ആദ്യം ഞാൻ ഡാല് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഡാല് കുറച്ചുകൂടി പൊക്കി വെക്കട്ടെ വീഡിയോ കേട്ടോ. ഇപ്പം കാണാമല്ലോ. ഞാൻ അതിലോട്ട് ഇത് അമരക്കയാണ്. ആദ്യം വേവ് കൂടുതലുള്ള പച്ചക്കറി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അമരക്ക ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളിയും 5-6 വെളുത്തുള്ളിയും വെടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോക്കി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂട് വെള്ളം ഇനി കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് ആ പതഞ്ഞ് കോരി കളയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ. ഇനി അതിലോട്ട് നിങ്ങൾ വറുത്ത ഉലുവയിലേക്ക് ഇട്ട് കൊടുക്കുന്നതില്ലേ, ഞാൻ വറുത്ത ഉലുവയല്ല മക്കളെ ഇടുന്നത്, ഞാൻ പച്ച ഉലുവയിൽ ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, പച്ച ഉലുവ ഇത്ര ഉലുവ അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, പച്ച ഉലുവ ഇട്ട് കൊടുത്ത് ഓക്കെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി സാമ്പാറിന് ആ കഷ്ണം വേവാൻ വേണ്ടി നമുക്കത് ചേർത്ത് കൊടുക്കാം. സാമ്പാർ മസാല ചേർക്കുന്നുണ്ട് ഞാൻ കേട്ടോ. മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സാധനം കൂടെ വേണം, മുളക് പൊടി കേട്ടോ. സാമ്പാർ മസാല ചേർക്കണോണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കാവൂ. മുളക് പൊടിയൊക്കെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഞാൻ സാമ്പാർ മസാലയിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഒരു പേരിന് വേണ്ടി മാത്രം ഈ മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഒന്ന് നല്ലതുപോലെ കുറച്ച് നമുക്ക് പച്ചക്കറി സാമ്പാറിന് ആവശ്യമായ വെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ചൂട് വെള്ളമാണ് കേട്ടോ, ഇത് നല്ല തിളച്ച വെള്ളമാണ്. നമുക്ക് എത്ര കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം വേണം ആ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു അരപ്പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. A മുതൽ Z വരെയുള്ള കഷ്ണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അടച്ചു കൊടുക്കും. നമ്മളെ സാമ്പാർ ഇങ്ങനെ കുതിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോക്കി, സാമ്പാർ ഇങ്ങനെ കുതിക്കുന്നുണ്ട്. നമുക്കിനി അതിലോട്ട് സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. സാമ്പാർ മസാല ചേർക്കണം, പുളിവെള്ളം ചേർക്കണം. പുളിവെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കുട്ടികളെ. സാമ്പാർ മസാല ഞാൻ പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് മസാലയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കോഴിയുടെ കറിയിൽ സാമ്പാർ മസാല ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ മക്കളെ. അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർത്ത് കൊടുക്കില്ല. കായപ്പൊടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അലിഞ്ഞിട്ടില്ല. കായപ്പൊടിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. കായത്തിൻ്റെ ടിന്നുണ്ട്. കായപ്പൊടി കായപ്പൊടി വേണം കേട്ടോ. ഓണയൊന്നും ചേർക്കരുത്, കൂടുതലായിപ്പോയാൽ കക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു മിനിമം സാമ്പാറിൻ്റെ വലിപ്പം അനുസരിച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഫൈനൽ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളിയിലേക്ക് പുളി ഉള്ളതാണ്, അപ്പം നോക്കിയിട്ട് വേണം. കൂടുതൽ പുളിവെള്ളം ആവാനും പാടില്ല. കൂടുതലും പുളി മുന്തി നിൽക്കരുത്, ഒരു കണക്കിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. സാമ്പാർ വറവൊന്ന് ചെയ്തെടുക്കാം. കണ്ടല്ലോ, സാമ്പാർ വറവ് ചെയ്യണമല്ലോ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. സാമ്പാർ അവിടെ കിടന്ന് കുതിക്കട്ടെ. സാമ്പാർ അവിടെ കിടന്ന് കുതിക്കുന്നുണ്ട്. നമുക്ക് ആ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ടു. കടുക് തളിക്കാൻ പോവുകയാണെ. ഒരു 10 ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ ഒരു അല്പം ഉലുവ ഇട്ട് കൊടുക്കണം. ഒരു 10 ഉലുവ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് വറ്റലും ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞത് കേട്ടോ. സവാളയല്ല, കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്.
കറിവേപ്പില അരിയിലെടുത്ത് അതവിടെ റെഡി ആകുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില നമുക്ക് അത് ഒരു പിടി മല്ലിയില അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ബിസ്മില്ല. എൻ്റെ മണം നിങ്ങൾക്കറിയോ? പൊളിയാ മക്കളെ, പൊളിയാ. പറ്റുന്നവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. കടുവ് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. താളിപ്പ് കൂടെ തയ്യാറായിട്ടുണ്ട്. താളിപ്പും കവറും കൂടെ ഒത്തായിരിക്കണം കേട്ടോ. താളിപ്പ് നല്ല കളറ്, ഫീവറായിട്ടുള്ള കളർ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഒരുപാട് കരിഞ്ഞു പോരുത് കേട്ടോ. നോക്കിക്കേ, അത് ഓഫാക്കുന്നു. ഇതിലോട്ട് നോക്കിക്കോ നിങ്ങൾ. ഇത് നോക്കിക്കോ. താളിപ്പ് അങ്ങോട്ട് ഒഴിക്കുക, ചൂടോടെ അങ്ങോട്ട് ഒഴിക്കുക, കവർ അങ്ങോട്ട് മൂടുക. കണ്ടോ താളിപ്പ്? ബിസ്മില്ല. കണ്ടല്ലോ നിങ്ങൾ? ആ താളിപ്പിൻ്റെ മണം എല്ലാം കൂടെ സാമ്പാറിലോട്ട് ഇറങ്ങണം. വാവ്, പൊളി പൊളി മക്കളെ, പൊളി. കണ്ടല്ലോ നിങ്ങൾ? മക്കളെ, നമ്മളെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കേ. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാരും ഉണ്ടാക്കാതിരിക്കരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. A മുതൽ Z വരെയുള്ള കഷ്ണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.